വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദുബായിലെ ഏറ്റവും വലിയ സൂ ദുബായ് സഫാരി പാർക്കിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2017 ഓപ്പണായി ഈ വേൾഡ് ക്ലാസ് വൈൽഡ് ലൈഫ് പാർക്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും ഏകദേശം 2500 മൃഗങ്ങളാണുള്ളത്. 2.8 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ദുബായ് സഫാരി പാർക്കിൻ്റെ ഏരിയ വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ദുബായ് ഹത്ത റോഡിൽ അൽവർക്ക 5-ലാണ്. ഇതാണ് സഫാരി പാർക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പ്രധാനമായിട്ടും 3 കാറ്റഗറിയാണ് ടിക്കറ്റ് വരുന്നത്. സഫാരി പാർക്ക് പാസിന് അഡൽട്ടിന് 50 ദിർഹംസും കുട്ടികൾക്ക് 20 ദിർഹംസും ആണ്. സഫാരി പാർക്ക് പല പല സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. സോ ഈ ജനറൽ പാസ് വെച്ച് നമുക്ക് എല്ലാ സോണിലും പിന്നെ 15 മിനിറ്റ് അറേബ്യൻ ഡെസേർട്ട് സഫാരിയും ലൈവ് ആനിമൽ പ്രസൻറ്റേഷനും ആക്സസ് കിട്ടും. സെക്കൻഡ് കാറ്റഗറി അൺലിമിറ്റഡ് ട്രെയിൻ ആക്സസ് സഫാരി പാസ്സാണ്. അഡൽട്ടിന് വരുന്നത് 75 ദിർഹംസും കുട്ടികൾക്ക് 45 ദിർഹംസും ആണ്. പിന്നെ നമ്മൾ ദുബായ് സഫാരി പാർക്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സെഗ്മെൻ്റാണ് എക്സ്പ്ലോറർ സഫാരി ടൂറ്. അത് തേർഡ് കാറ്റഗറിയാണ്. അതിന് വരുന്നത് അഡൽട്ടിന് 125 ദിർഹംസും കുട്ടികൾക്ക് 95 ദിർഹംസും ആണ്. 3 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. സോ ദുബായ് സഫാരി പാർക്ക് നമ്മൾ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ 125 ദിർഹത്തിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അൽവാദി സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ആഫ്രിക്കൻ വില്ലേജിലെത്തി. ആഫ്രിക്കയിലുള്ള ഒട്ടുമിക്ക ആനിമൽസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ആഫ്രിക്കൻ വില്ലേജിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ 2 സെഗ്മെൻ്റാണ്, റെപ്റ്റൈൽ ഹൗസും ഗ്രാൻഡ് ഏവറിയും.
ആഫ്രിക്കൻ വില്ലേജ് കഴിഞ്ഞ എക്സ്പ്ലോറർ വില്ലേജ് ആണ്. എക്സ്പ്ലോറർ സഫാരി ടൂറാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഈ ഒരു ട്രിപ്പ് ശരിക്കും നമുക്കൊരു വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് ആണ്. 35 മിനിറ്റ് ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. എക്സ്പ്ലോറർ വില്ലേജിൽ നമുക്ക് ജിറാഫിനെ ഫീഡ് ചെയ്യാം. അത് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. ടൈമിംഗ് വരുന്നത് 10:30, 12:30, 2:30, 4 മണിക്കുമാണേ. അടുത്തത് ഏഷ്യൻ വില്ലേജ് ആണ്. ബേർഡ്സ് ഓഫ് പ്രേ ഷോ ആണ് ഇവിടുത്തെ അട്രാക്ഷൻ. ടൈമിംഗ് വരുന്നത് ഡെയിലി 4 മണിക്കും 6 മണിക്കും. അറേബ്യൻ ഡെസേർട്ട് സഫാരിയിൽ മരുഭൂമിയിലെ മൃഗങ്ങളെയും പക്ഷികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 15 മിനിറ്റ് ആണ്.